ഹായ് എവരി വൺ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റോമിക് സയൻസുമായി ബന്ധപ്പെട്ട പഠിച്ചിരിക്കേണ്ട മുഴുവൻ പോയിന്റുകളും. ആദ്യമേ പറയുന്നു, സമഗ്രമായ ക്ലാസ്സാണ്. പരമാവധി പോയിന്റുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുമ്പ് പരീക്ഷകളിൽ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതും. അതുകൊണ്ട് ഈ ലെസൺ കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. ക്ഷമയോടുകൂടി കാണുക. ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്, ഒരു റിവിഷൻ പർപ്പസിലാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്കറിയാം യൂട്യൂബ് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്. സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. 1-2 ടോപ്പിക് കൂടെ കഴിഞ്ഞാലേ ഫിസിക്സ് തീരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഫിസിക്സ് തന്നെ അടുപ്പിച്ച് പഠിച്ചു വരുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ചും ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ആദ്യം ഇട്ട ക്ലാസ്സിൻ്റെ വ്യൂസൊന്നും ഇപ്പോൾ ഇല്ല. ക്ലാസ്സുകൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊരു ഓർഡറിലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകും. ഇനി 1-2 ടോപ്പിക് കൂടെ ഉള്ളൂ, ഇത് തീരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ മർമ്മപ്രധാനമായൊരു ടോപ്പിക്കാണ് അറ്റോമിക് സയൻസ്. പുതിയ സിലബസ് അനുസരിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല. ഇത് കൂടാതെ DRDOയെ കുറിച്ചും അതുപോലെ ISROയെ കുറിച്ചുള്ള ക്ലാസ് വരുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ അത് കൂടാതെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറ്റോമിക് സയൻസുമായി ബന്ധപ്പെട്ടുള്ള ചില പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റോമിക് സയൻസ്, ആണവശാസ്ത്രം. ആണവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ്. ആരാണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ്? ആണവശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ അറ്റോമിക് സയൻസിന്റെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റൂദർഫോർഡാണ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൂദർഫോർഡാണ്. എന്നാൽ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് ഹോമി ജെ ഭാഭയാണ്. അതായത് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭയാണ്. ഹോമി ജഹാംഗീർ ഭാഭയാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളോട് കോമൺ ആയിട്ട് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റൂദർഫോർഡ് എന്ന് പറയണം. റൂദർഫോർഡ് അല്ലേ? റൂദർഫോർഡിനെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത്, ആറ്റം മോഡൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ റൂദർഫോർഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പേര് നിങ്ങൾക്കറിയാം. പ്ലാനറ്ററി മോഡലാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിരുന്ന മോഡൽ. അപ്പം ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റൂദർഫോർഡാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭയാണ്. ഈ 2 പോയിന്റുകളും ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത് ഇന്ത്യയിലെ വളരെ ഏറ്റവും ഈ മേഖലയിലെ പ്രാമുഖ്യമായിട്ടുള്ള ഒരു കമ്മീഷനാണ് അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്നത്. അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത് 1948 അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അറ്റോമിക് എനർജി കമ്മീഷൻ 1948 വർഷം മറക്കരുത്. അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948. പക്ഷേ ആണവോർജ വകുപ്പ്, അതായത് DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന് ചോദിച്ചാൽ അത് 1954. അതുപോലെ വാർക്ക് വന്നതും 1954. ഒന്നുകൂടി പറയാം, അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948. ആണവോർജ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി DAE നിലവിൽ വന്നത് 1954. ഭാഭ അറ്റോമിക് റിസർച്ച്, അതായത് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ നിലവിൽ വന്നത് 1954. അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത് 1948. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ ഹോമി ജഹാംഗീർ ഭാഭയായിരുന്നു. 1948 നിലവിൽ വന്ന ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഹോമി ജഹാംഗീർ ഭാഭയായിരുന്നു. അതിനുശേഷം 1954 DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സ്ഥാപിതമാകുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ മറ്റ് ചില റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ എപ്പോഴാണ് DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി നിലവിൽ വന്നത്? 1954 ആണവോർജ വകുപ്പ്. ഇനി ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞാൽ
DAEയുടെ കീഴിലുള്ള ഒരു റിസർച്ച് സെൻ്ററാണ് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ബാർക്ക്. അതുപോലെ IGCAR. ഓക്കെ, ഇതൊക്കെ ബാർക്കും IGCAR ഒക്കെ ഇതിൻ്റെ കീഴിലുള്ളതാണ്. ഇങ്ങോട്ട് നോക്കൂ, ഒരു പോയിന്റ് കൂടെ വിട്ടുപോയി. ഈ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ട്രോംബയിലാണ്. ഓക്കെ, ഇനി DAEക്ക് കീഴിലുള്ള റിസർച്ച് സെൻറ്ററുകൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊരു ധാരണ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ ബാർക്ക്, മുംബൈയിലാണത് ട്രോംബെ എന്ന് പറയുന്നത്. ഓക്കെ, മുംബൈയിലാണ് ട്രോംബെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക് മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സെൻ്ററാണ്. DAEയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലുള്ള ഒരു റിസർച്ച് സെൻ്ററാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് സെൻ്ററാണ് IGCAR, ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് അത് കൽപ്പാക്കത്താണ്. നിങ്ങൾ കാമിനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ കാമിനി എവിടെയാ? കാമിനി കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCARന്റെ ഭാഗമാണ് കാമിനി. എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി CERT ഇൻഡോറിൽ. ഓക്കെ, CERT ഇൻഡോറിലാണ്. സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി CERT ഇൻഡോറിലാണ്, മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. അടുത്തത് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ. ഓക്കെ, WECC. അത് കൽക്കട്ടയിലാണ്. വെക്കിൻ്റെത് കൽക്കട്ട. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഇനി ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ളതാണ് AMD. വാട്ട് ഈസ് AMD? അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച്. AMD ഹൈദരാബാദിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട റിസർച്ച് സെൻ്ററുകൾ: ഒന്ന് ട്രോംബെ അല്ലെങ്കിൽ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, 1 ബാർക്ക്. 2 IGCAR കൽപ്പാക്കം അല്ലേ? IGCAR കൽപ്പാക്കമാണ് തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച്. 3 CAT മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്, സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി അല്ലേ? CAT സെൻറ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി. 4 WECC. വെക്കെന്നോ WECC എന്നോ പറയാം. അത് ഇൻഡോറിലാണ്, കൽക്കട്ടയിലാണ്. WECC കൽക്കട്ടയിലാണ്. വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ എവിടെയാണ്? കൽക്കത്തയിലാണ്. അടുത്തത് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് AMD എന്നാണ് പറയുക, അറ്റോമിക് മിനറൽ ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച്. അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച്. അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് AMD, അറ്റോമിക് മിനറൽ ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ റിസർച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള 1-2 പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹു ഇസ് ദ ഫാദർ ഓഫ് ഐസോട്ടോപ്പ്? ആരാണ് ഐസോട്ടോപ്പിന്റെ പിതാവ്? ഐസോട്ടോപ്പിന്റെ പിതാവ് ഫെഡറിക് സോഡിയാണ്. ആരാ ഐസോട്ടോപ്പിന്റെ പിതാവ്? ഫെഡറിക് സോഡിയാണ്. ഹൈഡ്രജൻ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയവും, ഡ്യൂട്ടീരിയവും, ട്രിഷ്യവും. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഇത് കെമിസ്ട്രിയുടെ ഭാഗത്തു കൂടി നമ്മൾ പഠിക്കുന്നതാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഒന്ന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കെമിസ്ട്രിയുടെ ഭാഗത്ത് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഐസോട്ടോപ്പുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തിൻ്റെ എണ്ണത്തിലാണ്? ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ് ഐസോട്ടോപ്പുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഐസോട്ടോപ്പുകളും ഐസോടോണുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും. ഈ ഐസോട്ടോപ്പും ഐസോബാറും ഒക്കെ എന്ത് തമ്മിലാണ് വ്യത്യാസം എന്നുള്ളത് ഓൾറെഡി കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ, ഡോണ്ട് വറി. എന്തായാലും ഇവിടെ ഇത് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രോണുകളുടെ വ്യത്യാസമാണ്. ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടാകുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്, ഹൈഡ്രജൻ തന്മാത്രകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഐസോടോപ്പുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. അപ്പോൾ ഐസോടോപ്പിൻ്റെ പിതാവ് ഫെഡറിക് സോഡി. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഐസോടോപ്പുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകമാണ് പ്ലൂട്ടോണിയം. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകമേതാണ്? പ്ലൂട്ടോണിയമാണ്. ആറ്റം ബോംബിന്റെ പിതാവാര? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഹൈമർ അല്ല, അത് ഓട്ടോ ഹാൻ ആണ്. ആരാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്? ഓട്ടോ ഹാൻ ആണ്. ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ഓപ്പൺഹൈമറും ഓട്ടോ ഹാൻ. അപ്പോ ആരാണ് ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്? ഓട്ടോ ഹാൻ. ഓക്കെ, ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ. മാറിപ്പോണ്ട രണ്ടും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വെച്ചിട്ട് ഉപയോഗിച്ചുകൊള്ളാം കേട്ടോ. ഓട്ടോ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ആറ്റം ബോംബ് ഓട്ടോറിക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓട്ടോ ഹാൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ചു. ആറ്റം ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ഇനി ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ന്യൂക്ലിയർ ഫിഷൻ, റിപ്പീറ്റഡ് PYQ ആണ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. എന്നാൽ ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിൻ്റെത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ആറ്റം ബോംബിൻ്റെത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. മറ്റത് ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെത് ന്യൂക്ലിയർ ഫ്യൂഷൻ, മറ്റത് ഫിഷൻ. ഓക്കെ, സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ഏതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. മറക്കരുത്, ഇത് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആണ്. ഇത് എത്ര തവണ ചോദിച്ചെന്ന് പറയാൻ സാധിക്കില്ല, അത്രയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്. സൂര്യനുമായി ബന്ധപ്പെട്ടുള്ളത്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ, ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷൻ. ഇനി ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഓക്കെ, ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോംബിന് ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടന്ന വർഷം 1952 ആണ്. അപ്പോൾ എപ്പോഴാണ് ആറ്റം ബോംബിന്റെ പരീക്ഷണം നടന്നത്? ആറ്റം ബോംബ് 1945-ലാണ്. 1952-ലാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. പ്രധാനമായും അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് യുറേനിയമാണ്. ഓക്കെ, പിന്നെ പ്ലൂട്ടോണിയവും. യുറേനിയം 235 ആണ് അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായും അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് യുറേനിയം 235. പ്രധാനമായും ആറ്റം ബോംബിന്റെ അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് യുറേനിയം 235 അല്ലേ? 235 യുറേനിയം 235, കൂടാതെ പ്ലൂട്ടോണിയം 239. യുറേനിയം 235-ഉം പ്ലൂട്ടോണിയം 239-മാണ് പ്രധാനമായും അണുബോംബ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. സമ്പുഷ്ടമായ യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. യുറേനിയം കുറേ ഉണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ സമ്പുഷ്ടമായ യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയതാരാണ്? ഓട്ടോ ഹാനും സ്ട്രോസ്മാനും കൂടിയിട്ടാണ്. സ്ട്രോസ്മാനും അതുപോലെ ഓട്ടോ ഹാനും കൂടിയാണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്താ? ന്യൂക്ലിയർ ഫിഷൻ. ആറ്റം ബോംബ് കണ്ടുപിടിച്ചതാരാ? ഓട്ടോ ഹാൻ. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയതാരാ? ഓട്ടോ ഹാൻ ആൻഡ് സ്ട്രോസ്മാൻ. രണ്ടുപേരുടെ പേരിലാണ് അതിൻ്റെ ക്രെഡിറ്റ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത്. പക്ഷെ ആറ്റം ബോംബ് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഓട്ടോ ഹാൻ ആണ് എന്ന് പറയുന്നത്. ഓട്ടോ ഹാൻ. പക്ഷെ ആറ്റം ബോംബിന്റെ പിതാവാരാ?
അത് ഓട്ടോ ഹാൻ അല്ല. അത് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അത് ഹെയ്മർ ആണ്. ഓക്കെ, റോബർട്ട് ഓപ്പൺ ഹെയ്മർ, മറ്റത് ഓട്ടോ ഹാൻ. റോബർട്ട് ഓപ്പൺ ഹെയ്മർ ആണ് ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ഓട്ടോ ഹാൻ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ആരാ? അത് എൻറിക്കോ ഫെർമി ആണ്. ഫെർമി അല്ലേ? ഫെർമി എന്ന് പറഞ്ഞ യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെമിസ്ട്രി പഠിച്ചപ്പോൾ. അപ്പോൾ ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് എൻറിക്കോ ഫെർമിയാണ്. എൻറിക്കോ ഫെർമി. ഇനി നമുക്ക് ആണവ റിയാക്ടറുകളുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളിലേക്ക് വരാം. ആണവ റിയാക്ടറുകൾ അണുബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ച ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആരുടേതാണ്? ഐൻസ്റ്റീനിൻ്റെതാണ്. ഐൻസ്റ്റീനിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് യഥാർത്ഥത്തിൽ ആറ്റം ബോംബിൻ്റെ അണുബോംബിൻ്റെ നിർമ്മാണത്തിന് കണ്ടുപിടുത്തത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. എന്താണ് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി? മറക്കരുത്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഐൻസ്റ്റീൻ. ഓക്കെ, ആരുടേതാണ്? ഐൻസ്റ്റീൻ. ഓക്കെ, അപ്പോൾ ഹൂ ഈസ് ദ ഫാദർ ഓഫ് ആറ്റം ബോംബ്? ഹൈമർ ആണ് അല്ലേ? എന്നാൽ ഹൂ ഇൻവെന്റഡ് ആറ്റം ബോംബ്? ആരാണ് ആറ്റം ബോംബ് കണ്ടെത്തിയ വ്യക്തി? അത് ഓട്ടോ ഹാൻ ആണ്. അണുബോംബ്, ആറ്റം ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ച ഐൻസ്റ്റീൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഏതാണ്? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. ആറ്റം ബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ ഒരു പ്രോജക്റ്റാണ് മൻഹാട്ടൻ പ്രോജക്റ്റ്. വളരെ വിഖ്യാതമായ പ്രോജക്റ്റാണ് മൻഹാട്ടൻ പ്രോജക്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആറ്റം ബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പ്രോജക്റ്റാണ് മാൻഹാട്ടൻ പ്രോജക്റ്റ്. മാൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. ഹു ഈസ് ഓപ്പൺഹൈമർ? ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹൈമർ ആണ് മൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷിക്കപ്പെട്ട സ്ഥലം ന്യൂ മെക്സിക്കോയാണ്. 1945 ജൂലൈ 16. നേരത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കപ്പെട്ട വർഷം ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷിക്കപ്പെട്ടത് അതിനു മുമ്പായിരുന്നു. 1945 ജൂലൈ മാസം 16. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം ഹിരോഷിമയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, അണുബോംബിൻ്റെ ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെട്ട സ്ഥലം മെക്സിക്കോയാണ്, ന്യൂ മെക്സിക്കോയാണ് 1945. പക്ഷേ ആദ്യമായിട്ട് പ്രായോഗികമായിട്ട് ആറ്റം ബോംബ് ഉപയോഗിച്ച സ്ഥലം അത് ജപ്പാനിലെ ഹിരോഷിമയാണ്. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട വർഷം 1945 ആഗസ്റ്റ് 6. ശ്രദ്ധിക്കുക, 1945 ജൂലൈ 16 ആദ്യ പരീക്ഷണം നടത്തി ന്യൂ മെക്സിക്കോയിൽ. 1945 ജൂലൈ 16 ആദ്യ പരീക്ഷണം നടത്തിയ അണുബോംബ്, വിനാശകാരിയായ അണുബോംബ്, അതിൻ്റെ ആദ്യത്തെ പ്രായോഗികമായ ഉപയോഗം എന്ന് പറയാൻ പറ്റില്ല, ദുരുപയോഗം നടത്തിയത് എവിടെയാണ്? 1945 തന്നെ ആഗസ്റ്റ് 6 ഡേറ്റ് മറക്കരുത്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, PYQ ആണ്. ഹിരോഷിമയിലെ ആദ്യ അണുബോംബിട്ട വിമാനത്തിന്റെ പേരാണ് എനോലാഗെ B-29 ബോംബർ. എനോലാഗെ ഓപ്ഷനിൽ ചിലപ്പോൾ എനോലാഗെ എന്നുണ്ടാവുള്ളൂ. എനോലാഗെ B-29 ബോംബർ. ഓക്കെ, B-29 ബോംബർ. ഇതാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം. എനോലാഗെ എനോലാഗെ B-29 ബോംബറാണ്. ഹിരോഷിമയിൽ 1945 ആഗസ്റ്റ് 6 ബോംബ് വർഷിക്കാൻ, അണുബോംബ് വർഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച വിമാനം. എങ്കിൽ ഏതാണ് ആ വൈമാനികൻ?
ഹിരോഷിമയിൽ ബോംബിട്ട വൈമാനികൻ ആരാണ്? പോൾ ടിബറ്റ്. പോൾ ടിബറ്റ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ എനോലാഗെ എന്ന വിമാനത്തിൽ ബോംബ് വർഷിച്ച വൈമാനികന്റെ പേരാണ് പോൾ ടിബറ്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഹിരോഷിമയിൽ പ്രയോഗിച്ച യുറേനിയം ബോംബ് എന്താണ് അതിൻ്റെ പേര്? ഹിരോഷിമയിൽ പ്രയോഗിച്ച യുറേനിയം ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. അപ്പോൾ നമ്മളിപ്പോൾ ഹിരോഷിമയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകളാണ് പഠിച്ചത്. ഹിരോഷിമ, ജപ്പാനിലെ ഹിരോഷിമ. ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം അല്ലേ? ഹിരോഷിമ ദിനം ആഗസ്റ്റ് 6 എന്നാണ്. ഹിരോഷിമയിൽ ബോംബിട്ടത് 1945 ആഗസ്റ്റ് 6 ആരാണ് ഇട്ടത്? പോൾ ടിബറ്റ് ആണ്. ഏത് വിമാനത്തിലാണ് ഇട്ടത്? B-29 ബോംബർ വിമാനം എനോലാഗയിലാണ്. ഹിരോഷിമയിൽ പ്രയോഗിച്ചത് ഒരു യുറേനിയം ബോംബാണ്. അതിൻ്റെ പേര്, യുറേനിയം ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. എന്താണ്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. അടുത്തത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് പിന്നെ പഠിക്കാം എന്ന് വെക്കാൻ ഇതൊരു സിനിമയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ പഠിച്ച് എൻ്റെ കൂടെ പഠിച്ചു പോകും. അതുകൊണ്ട് ഞാനിതിങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞെടുക്കുന്നത്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയമാണ്. അമൂല്യമായത് നിങ്ങളുടെ സമയമാണ്. അതുകൊണ്ട് പിന്നത്തേക്ക് വെക്കണ്ട. പിന്നെ നിങ്ങളൊരിക്കൽ റിവിഷന് വേണ്ടിയിട്ട് വീഡിയോ പിന്നെ കാണാമെന്ന് വിചാരിച്ചോ. പക്ഷേ പഠനം ഇപ്പം തന്നെ നടക്കട്ടെ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ആഗസ്റ്റ് 9. അടുത്തത് എവിടെയാ? നാഗസാക്കിയിലാണ്. നാഗസാക്കി ദിനമാണ് ആഗസ്റ്റ് 9 അല്ലേ? ഓക്കെ. നാഗസാക്കിയിൽ പ്രയോഗിച്ച പ്ലൂട്ടോണിയം ബോംബ്, മറ്റത് യുറേനിയം ബോംബ്. ഇവിടെ പ്ലൂട്ടോണിയം ബോംബ്, അതിൻ്റെ പേര് ഫാറ്റ്മാൻ എന്നാണ്. അവിടെ ബോംബിടാൻ ഉപയോഗിച്ച വിമാനത്തിന്റെ പേര് B-29 ഫോർട്ടസ് ആണ്. B-29 ഫോർട്സ്. നാഗസാക്കിയിൽ ബോംബിട്ട വൈമാനികന്റെ പേര് ചാൾസ് സീനി എന്നാണ്. ചാൾസ് സീനി എന്നാണ്. നാഗസാക്കിയിൽ ബോംബിട്ട വൈമാനികന്റെ പേര് ചാൾസ് സീനി എന്നാണ്. ഓക്കെ, ചാൾസ് സീനി മറക്കരുത്. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9 ബോംബിട്ടത്. ബോംബിടാൻ ഉപയോഗിച്ച വിമാനത്തിന്റെ പേര് B-29 ഫോർട്ടസ് എന്നാണ്. അവിടെ ഇട്ടിരുന്ന ആറ്റം ബോംബ് പ്ലൂട്ടോണിയം ബോംബാണ്. ആ പ്ലൂട്ടോണിയം ബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ എന്ന് പറയുന്നത്. അവിടെ ബോംബിട്ട വൈമാനികന്റെ പേര് ചാൾസ് സീനിയാണ്. തൊട്ട് മുമ്പ് എന്താ നമ്മൾ പഠിച്ചത്? ഹിരോഷിമയിൽ ബോംബിട്ടതെന്ന 1945 ആഗസ്റ്റ് 6 അവിടെ എനോലാഗൈ വിമാനത്തിലാണ് ഇട്ടത്. അവിടെ ഇട്ട ബോംബ് യുറേനിയം ബോംബാണ്. അതിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. പോൾ ടിബറ്റ്സ് ആണ് വൈമാനികൻ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഈ ആറ്റം ബോംബുകളുടെ ഇരകളായി ജീവിക്കുന്ന ജനസമൂഹത്തെ വിളിക്കുന്നത് ഹിബാക്കുഷ് എന്നാണ്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ അറിയപ്പെടുന്നത് ഹിബാക്കുഷ് എന്ന പേരിലാണ്. ഹിബാക്കുഷ് മറക്കരുത്, ഹിബാക്കുഷ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് ഏത്? അപ്സര. നമ്മളിപ്പോൾ പഠിക്കുന്ന അറ്റോമിക് റിയാക്ടറുകളെ കുറിച്ചാണല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് അപ്സര. ആദ്യകാലങ്ങളിൽ റിയാക്ടറുകൾ അറ്റോമിക് പൈൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പൈൽ ഏതാ? അപ്സര. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പൈൽ ഏതാണെന്ന് ചോദിച്ചാലും റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാലും അപ്സരയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, കാമിനി. ആരാ ഈ കാമിനി? ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാമിനിയാണ്. ഇതെവിടെയാ? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. എന്താ ഈ കൽപ്പാക്കത്തിന്റെ പ്രത്യേകത? അവിടെയാണ് നമ്മുടെ IGCAR എവിടെയുള്ളത്? ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള
IGCR റിസർച്ച് സെൻറ്റർ എവിടെയുള്ളത്? കൽപ്പാക്കത്താണ്. അതിൻ്റെ ഭാഗമാണ് ഏത്? കാമിനി റിയാക്ടർ. കാമിനി റിയാക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മോഡറേറ്ററുകൾ എന്നറിയപ്പെടുന്നത്. എവിടെയാണ്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിലെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനകത്ത് അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ് മോഡറേറ്ററുകൾ. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതല്ല ചോദിക്കുക. ന്യൂക്ലിയർ റിയാക്ടറുകളിലെ മോഡറേറ്ററുകളായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റും ഘനജലവും. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്റർ? ന്യൂക്ലിയർ റിയാക്ടറുകളിലെ അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗതയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മോഡറേറ്ററുകൾ. മോഡറേറ്ററുകൾ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ഘനജലവുമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡറേറ്ററുകളായി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റും ഘനജലവുമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗമാണ് റിയാക്ടർ കോർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്നത് റിയാക്ടർ കോർ എന്നാണ്. എന്താണ്? റിയാക്ടർ കോർ എന്നാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനം നിറച്ചിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശീതീകാരികൾ, കൂളന്റുകളാണ്. അപ്പം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൂളന്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതും PYQ ആണ്. ചോദിച്ചത് അതല്ല, ഇതാണ്. ഏതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കൂളന്റായി ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വായുവും ജലവും. നേരത്തെ എന്താ നമ്മൾ ചോദിച്ചത്? മോഡറേറ്ററുകളായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചത്. ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്ററുകളാണ് ഗ്രാഫൈറ്റും ഘനജലവും. എന്നാൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ കൂളന്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ വായു, ജലം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ന്യൂക്ലിയർ റിയാക്ടറുകളിലെ മോഡറേറ്ററുകളാണ് ഗ്രാഫൈറ്റും ഘനജലവുമെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലെ കൂളന്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡും വായുവും ജലവും. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ഉപയോഗിക്കുന്നത് ബോറോണും കാഡ്മിയവുമാണ്. വീണ്ടും PYQ ആണ്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്നത് ബോറോണും കാഡ്മിയവുമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായിട്ട് കവചം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ലെഡാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിച്ചിരിക്കുന്നത് പദാർത്ഥം ലെഡ് ആണ്. ഇത് PYQ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. PYQ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. കേരളത്തിലെ കടലോരങ്ങളിൽ സുലഭമായിട്ടുള്ള മോണോസൈറ്റിൽ ഡാഷ് ന്യൂക്ലിയർ ഇന്ധനം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേട്ടോ. കേരളത്തിലെ കടലോരങ്ങളിൽ എന്തുണ്ട്? തോറിയം ഉണ്ട്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് എപ്പോഴാണ്? 1974 ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം 1974 മെയ് 18 രണ്ടാമത് നടത്തിയത് 1998. അപ്പോൾ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ 1974 മെയ് 18 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഒന്നാം ഘട്ട ആണവ പരീക്ഷണത്തിനു നൽകിയ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് 1974 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അന്ന് അതിനിട്ട രഹസ്യമായ പേരെന്താ? ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി 1974 മെയ് 18 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഒന്നാം ഘട്ട പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം എന്ന് പറയുന്നത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. എന്നാൽ എവിടെയാണ് ഇത് സ്ഥലം? ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ സ്ഥലം പൊക്രാനിലാണ്, രാജസ്ഥാനിലെ പൊക്രാനിലാണ്.
രണ്ടാമത്തെ പരീക്ഷ നടത്തിയത് 1998 മെയ് മാസം 11. അപ്പൊ തൊട്ട് മുമ്പ് മെയ് 18, ഇവിടെ മെയ് 11. നാഷണൽ ടെക്നോളജി ഡേ ആണ് മെയ് 11. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ നമ്മൾ നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. രണ്ടാം ഘട്ട പരീക്ഷണത്തിന് നൽകിയ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഓപ്പറേഷൻ ശക്തി എന്നാണ്. ആദ്യത്തേതിന് ബുദ്ധൻ ചിരിക്കുന്നു, 2 ഓപ്പറേഷൻ ശക്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആണവ അന്തർവാഹിനിയാണ് INS അരിഹന്ത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനിയുടെ പേര് ചോദിച്ചാൽ INS അരിഹന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവൈദ്യ നിലയം ഏതാ? താരാപൂർ PYQ ആണ്. 1969 വന്ന മഹാരാഷ്ട്രയിലെ താരാപൂറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം. ഡോക്ടർ രാജാരാമണ്ണയുടെ ആത്മകഥയാണ് തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ. ഡോക്ടർ രാജാരാമണ്ണയുടെ ആത്മകഥയാണ് തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ. മഞ്ഞക്കേക്ക് എന്ന അർത്ഥം വരുന്ന രാസപദാർത്ഥം ഏതാണ്? മഞ്ഞക്കേക്ക് എന്ന് വിളിക്കുന്ന രാസപദാർത്ഥമാണ് യുറേനിയം ഡയോക്സൈഡ്. മഞ്ഞക്കേക്ക് യുറേനിയം ഡയോക്സൈഡ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആണവ അന്തർവാഹിനി INS അരിഹന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം താരാപൂർ. 1969 വന്നുള്ളത്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ്. ഡോക്ടർ രാജാരാമണ്ണയുടെ ആത്മകഥയാണ് തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ എന്ന് പറയുന്നത്. മഞ്ഞക്കേക്ക് എന്ന് വിളിക്കുന്നത് യുറേനിയം ഡൈ ഓക്സൈഡാണ്. ന്യൂട്രോൺ ബോംബിന്റെ പിതാവാണ് സാമുവൽ കോഹൻ. ന്യൂട്രോൺ ബോംബ് സാമുവൽ കോഹൻ. യുറേനിയം നിക്ഷേപത്തിന് പ്രസിദ്ധമായ ജാർദുഗുഡ ഖനി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് അല്ലെ? പഠിക്കാൻ എളുപ്പമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ചെർണോബിൽ ആണവ ദുരന്തം 1986 ഏപ്രിൽ 26 അത് ഉക്രൈനിലാണ്. ഈ ചെർണോബിൽ ആണവ ദുരന്തം എവിടെയാണ്? ഉക്രൈനിലാണ്. ഫുക്കുഷിമ ആണവ ദുരന്തം 2011 ജപ്പാനിലാണ്. ഫുക്കുഷിമ ജപ്പാനിലാണ്. ചെർണോബ് 1986 നടന്നാണ്. ഏപ്രിൽ 26 ഉക്രൈനിലാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തന്നെ ക്ഷീണിക്കുന്നു. അപ്പോൾ ക്ലാസ് കാണുന്ന നിങ്ങളും ക്ഷീണിക്കാതിരിക്കില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ് ഒരുപാട് പോയിന്റ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് പോസ് ചെയ്തിട്ട് ഇത്രയും ഭാഗം പഠിച്ചതിന് ശേഷം സമയം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ സ്പീഡിൽ കണ്ടുപോയാൽ മതി കേട്ടോ. ഇനി റേഡിയോ ആക്ടിവിറ്റി. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി. വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസത്തെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു ആറ്റം ആൽഫ ബീറ്റ ഗാമ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരു ആറ്റമായി മാറുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. 2 രീതി പറയാം. ഒന്ന്, അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയിട്ടുള്ള കിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ഒരു ആറ്റം ആൽഫ ബീറ്റ ഗാമ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരു ആറ്റമായി മാറുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ ഗാമ ബീറ്റ അല്ലേ? ആൽഫ ഗാമ, ഒരു ആറ്റം ആൽഫ ഗാമ ബീറ്റ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരു ആറ്റമായി മാറുന്ന പ്രതിഭാസമാണ്. ഒരു ആറ്റം ആൽഫ ഗാമ ബീറ്റ വികിരണങ്ങൾ പുറപ്പെടുവിച്ച് മറ്റൊരാറ്റമായി മാറുന്ന പ്രതിഭാസമാണ് ഇത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആരാ ഇത് കണ്ടുപിടിച്ചത്? ഹെൻറി ബേക്കറൽ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഹെൻറിയുടെ പേരിൽ യൂണിറ്റ് ഉണ്ട് അല്ലേ? ഹെൻറി ബെക്കറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആവിഷ്കരിച്ചത് മാഡം ക്യൂറിയാണ്. ശ്രദ്ധിക്കണം, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ്, എന്നാൽ റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആവിഷ്കരിച്ചത് മാഡം ക്യൂറിയാണ്. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന ഉപകരണമാണ് ഗ്രിഗർ മുള്ളർ കൗണ്ടർ. എന്തിനുള്ളതാ? റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണമാണ്. ഇവിടെ ഒരു ചോദ്യം അളക്കുന്നുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കുക. ആരാ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്? ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റി എന്ന പദം ആവിഷ്കരിച്ചതോ? മാഡം ക്യൂറി. റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാ?
ഗ്രിഗർ മുള്ളർ കൗണ്ടർ. ഇതാണ് മേരി ക്യൂറി. ഓക്കെ. റേഡിയോ ആക്ടിവിറ്റി വാസ് ഫസ്റ്റ് ഡിസ്കവർഡ് ബൈ ഹെൻറി ബക്കറൽ in 1896. Polish French chemist Marie Curie discovered that radioactivity produced new elements, radioactive decay. Ernest Rutherford first formulated the law of radioactive decay. ഈ radioactive decayയുടെ ആദ്യത്തെ ലോ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് റോക്ക് യൂസിങ് റേഡിയോആക്റ്റീവ് ഡിക്കേ മെത്തേഡ്സ്. ഈ റേഡിയോആക്റ്റീവ് ഡിക്കേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് എന്താണ് റോക്കുകളുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്ത് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, ജസ്റ്റ് അഡീഷണൽ പറഞ്ഞു എന്നേ ഉള്ളൂ. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ബെക്കറലാണ്. തൊട്ട് മുമ്പ് പറഞ്ഞു റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചതാരാ? ബെക്കറലാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് SI യൂണിറ്റ് ബെക്കറലാണ്. അടുത്തത് റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റ് യൂണിറ്റുകൾ ക്യൂറിയും റൂദർഫോർഡും. അപ്പോൾ റൂദർഫോർഡും ക്യൂറിയും ബെക്കറലും റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകളാണ്. കൃത്യമായി ഓർത്തിരിക്കണം. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാരാ? ഐറിൻ ജൂലിയറ്റും ഫ്രെഡറിക് ജൂലിയറ്റും, 2 ജൂലിയറ്റുകൾ കൂടിയിട്ടാണ് കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു വെച്ചോളൂ. കൃത്രിമ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ജൂലിയറ്റുമാരാണ്. ഏതൊക്കെയാ? ഐറിൻ ജൂലിയറ്റ്, ഫ്രെഡറിക് ജൂലിയറ്റ്. റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്കറൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തത്തിന്റെ പേരാണ് യുറൈനർ പൊട്ടാസ്യം സൾഫേറ്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് കാർബൺ 40. അല്ലേ? കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കാർബൺ ഡേറ്റിംഗ് വഴി ആ വസ്തുക്കളുടെ ആയുസ്സുകളൊക്കെ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് കാർബൺ 40. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക്. ഇതൊക്കെ SCRTയിലുണ്ട് കേട്ടോ. SCRT ടെക്സ്റ്റ് ബുക്ക് വായിച്ചവരാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള രീതിയാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് 5730 വർഷമാണ്. ഈ അർദ്ധായുസ് അല്ലേ? അർദ്ധായുസിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചു, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാർബൺ 14ന്റെ അർദ്ധായുസ് എത്രയാ? 5730. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പഠിച്ചത്? ഒന്ന്, ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാ? കൊബാൾട്ട് 60. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാ? കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള രീതിയാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ 14 ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് എത്രയാ? 5730. പഠിച്ചു. അപ്പം ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. ഈ ഒരു അധ്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു 10 ജസ്റ്റ് ചോദിക്കുകയാണ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാര്? LDCയുടെ ചോദ്യമാണ്. ഐൻസ്റ്റീൻ, മാക്സ് പ്ലാങ്ക്, റൂദർഫോർഡ്, സ്റ്റീഫൻ ഹോക്കിൻസ്. ഏതാ ശരി ഉത്തരം? പറഞ്ഞോളൂ. വെരി ഗുഡ്. ശരി ഉത്തരം ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റൂദർഫോർഡാണ്. റൂദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റൂദർഫോർഡാണ്. നെക്സ്റ്റ്, ആറ്റം ബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പ്രോജക്റ്റാണ് ആര്? ഏത്? മാൻഹാട്ടൻ. അടുത്തത്, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാ? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഫ്ലമിംഗ്, ബി ജെ തോംസൺ, സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഡി ഹെൻറി ബെക്കറൽ. ഹെൻറി ബെക്കറലാണ്. നാലാമത്തെ ചോദ്യം, ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം ഏതാണ്? ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനം യുറേനിയം 235. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ആരാണ്? ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫിഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൈക്കൽ ഫാരഡെ, മാഡം ക്യൂറി, തോമസ് ആൽവ എഡിസൺ, ഓട്ടോ ഹാൻ. തീർച്ചയായിട്ടും ഓട്ടോ ഹാൻ ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ഡി. ആറാമത്തെ ചോദ്യം, സൂര്യനിൽ നിന്ന് നമുക്ക് നിരന്തരമായ ഊർജ്ജം ലഭിക്കാനുള്ള കാരണം? ഗുരുത്വാകർഷണം, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുകേന്ദ്ര ബലം. ഏതാ? ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് തവണ ചോദിച്ചില്ല അത്. ന്യൂക്ലിയർ ഫ്യൂഷൻ.
സൂര്യനിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം, ഇത് 2009 ചോദിച്ച രാസപ്രവർത്തനം, ചെയിൻ റിയാക്ഷൻ, ഫിഷൻ പ്രവർത്തനം, ഫ്യൂഷൻ പ്രവർത്തനം. തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ഫ്യൂഷൻ പ്രവർത്തനമാണ്. അടുത്ത ചോദ്യം 8. ഏത് പ്രവർത്തന ഫലമായിട്ടാണ് സൗരോർജം ഉണ്ടാകുന്നത്? ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, ചെയിൻ റിയാക്ഷൻ. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? ന്യൂക്ലിയർ ഫ്യൂഷൻ. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാ? ന്യൂക്ലിയർ റിയാക്ടറിൽ യുറേനിയം, കൽക്കരി, ഡീസൽ, കാഡ്മിയം. തന്നിരിക്കുന്നതിൽ യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. LGSൻ്റെ ചോദ്യമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവലിലാണ്. നിങ്ങൾ കണ്ടോ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇതിലൊന്നും ഡിഗ്രി ലെവലെന്നോ 10th ലെവലെന്നോ +2 ലെവലെന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഒരേ സിലബസ് തന്നെയാണ്. ഇതൊക്കെ LGSന് ചോദിച്ച ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന വലിയ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും ഡിഗ്രിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. LDC ആണെങ്കിലും LGS ആണെങ്കിലും ചോദ്യത്തിന് അങ്ങനെ LDC ഡിഗ്രി എന്നൊന്നുമില്ല, എല്ലാം വരും കേട്ടോ. ടോപ്പിക്ക് ഇതൊക്കെ ബേസിക് ടോപ്പിക്കുകളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ക്ലാസ് കാണുന്നതിൽ LDCക്കാരോ LGSകാരോ അല്ലെങ്കിൽ 10th ലെവൽ +2 ലെവൽ പരീക്ഷക്കാരെ ആരായാലും വേണ്ടില്ല, ഇതൊക്കെ ബേസാണ്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു പരീക്ഷയും ഉണ്ടാവില്ല. ഹിരോഷിമയാണ് ആദ്യമായിട്ട് അണുബോംബ് പ്രയോഗിക്കപ്പെട്ട സ്ഥലം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റെസ്പോൺസ് വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ കാണുന്നവരൊന്നും താഴെ കമൻറ്റ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ, എന്തിന് ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒട്ടനവധി ആളുകളുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.